മനുസ്മൃതിയിൽ പറയുന്നത് വർണ്ണാശ്രമ ധർമ്മത്തെയാണ് മനുസ്മൃതി ധർമ്മം എന്ന് പറയുന്നത്. യാജ്ഞവൽക്യ സ്മൃതിയില് വർണ്ണാശ്രമ ധർമ്മത്തെയാണ് ധർമ്മം എന്ന് നിർവചിക്കുന്നത്. തന്ത്രവാർത്തികം എന്ന് പറയുന്ന മീമാംസ ഗ്രന്ഥത്തിൽ ധർമ്മം എന്നതുകൊണ്ട് വ്യവച്ഛേദിക്കുന്നത് സർവധർമ്മ സൂത്രാണാം മധ്യേ സർവധർമ്മ സൂത്രാണാം വർണ്ണാശ്രമ ധർമ്മോപദേശിത്വാത് എന്ന് പറയുന്നുണ്ട്. സർവധർമ്മ സൂത്രാണാം വർണ്ണാശ്രമ ധർമ്മോപദേശിത്വാത്. അപ്പോൾ ധർമ്മം എന്നതുകൊണ്ട് ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണയവും വർണ്ണാശ്രമവും ആണെന്നിരിക്കെ ഇതിന് പുറത്തൊരു സനാതന ധർമ്മം ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കടലിലെ വെള്ളത്തിൽ ഉപ്പെല്ലാം ചോർത്തി കളഞ്ഞാൽ വേറൊരു കടലുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള തമാശ മാത്രമാണ്. ചരിത്രപരമായി യാതൊന്നുമില്ല. യഥാർത്ഥത്തിൽ നാരായണ ഗുരുസ്വാമികൾ എതിർത്തത് കേവലമായ ചാതുർവർണ്ണയത്തെ അല്ല, കേവലമായ ജാതി വ്യവസ്ഥയല്ല. കാരണം ഈ സനാതനം എന്ന് പറയുന്ന വ്യവസ്ഥയെ ആകമാനം നിയന്ത്രിക്കുന്നതും നിലനിർത്തിക്കുന്നതും പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ ചാതുർവർണ്ണയവും സനാതനവുമാണ്. മനുഷ്യരെങ്ങനെ നടക്കണം, മനുഷ്യരെങ്ങനെ ഭക്ഷണം കഴിക്കണം, മനുഷ്യരെങ്ങനെ ജീവിക്കണം, മനുഷ്യരെങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ സനാതന ധർമ്മമല്ലേ? യഥാർത്ഥത്തിൽ ഈ സനാതന ധർമ്മത്തിൽ സമത്വമുണ്ടോ, സ്വാതന്ത്ര്യമുണ്ടോ, സാഹോദര്യമുണ്ടോ? എന്താണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി സനാതന ധർമ്മം പറയുന്നത്? അസ്വതന്ത്ര സ്ത്രീയ നാദിചരേത് ഭർത്താരം, സ്ത്രീകൾ അസ്വതന്ത്രകളാണ് എന്ന് ഗൗതമധർമ്മസൂത്രം പറയുന്നു. സ്ത്രീധർമ്മം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ മനുസ്മൃതിയിലുണ്ട്. ഇന്ന് നമുക്ക് ഇതെല്ലാം കളയണം. മനുസ്മൃതിയും എല്ലാം ചീത്തയാണ്, യാജ്ഞവൽക്യ സ്മൃതിയും ചീത്തയാണ്, എല്ലാം ചീത്തയാണ്. നമുക്ക് സ്മൃതി ഗ്രന്ഥങ്ങളെല്ലാം ഉപേക്ഷിക്കാമെന്ന് വിചാരിക്കുക. ഭാഗവത പുരാണം എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ പുരാണത്തിൽ ധർമ്മത്തെപ്പറ്റി വ്യവച്ഛേദിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണയമാണെന്നും പുരുഷ സൂക്തത്തിൽ ബ്രാഹ്മണോസ്യ മുഖമാസീത് എന്ന് പറഞ്ഞതുപോലെ എങ്ങനെയാണോ ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നുണ്ടായത്, ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടായത്, മുഖം ശ്രേഷ്ഠവും പാദം അധമവുമായതുപോലെ ബ്രാഹ്മണൻ ഉന്നതസ്ഥാനീയനും ശൂദ്രൻ അധമസ്ഥാനീയനുമാണ് എന്ന് ഭാഗവത പുരാണം പറയുന്നു. തന്നെയല്ല, ഈ ചാതുർവർണ്ണയത്തെ വർണ്ണാശ്രമധർമ്മത്തെ താങ്ങി നിർത്താനും രക്ഷിക്കാനും കലിയുഗത്തിൽ ഭഗവാൻ അവതരിക്കും എന്നാണ് ഭാഗവത പുരാണത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ചാതുർവർണ്ണയവും വർണ്ണാശ്രമവും ഇല്ലാത്ത ഒരു സനാതന ധർമ്മത്തെ നമുക്ക് എവിടെയും കണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സനാതന ധർമ്മത്തിനെതിരെയല്ലേ ഗുരു യഥാർത്ഥത്തിൽ പോരാടിയത്. അതിനെ ചാതുർവർണ്ണയം മാത്രമാണ്, ഞങ്ങൾ ചാതുർവർണ്ണയത്തെ മാത്രം എതിർക്കുന്നു. അത് സത്യത്തിൽ ഒരു തെറ്റായ പോയിന്റാണ്. അങ്ങനെ എതിർക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇതിൻ്റെ സമഗ്ര വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ചാതുർവർണ്ണയമാണ്. അതിൻ്റെ സമഗ്രമായ ആശയം എന്ന് പറയുന്നത് ചാതുർവർണ്ണയമാണ്. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറയുന്നത് തന്നെ ചാതുർവർണ്ണയമാണ്. അതുമായി ഒരകൽച്ചയും അതിനില്ല. അത് സമ്പൂർണ്ണമായി പരസ്പരം ബന്ധിതമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. നാരായണ ഗുരു